കണ്ണൂരിൽ സീറ്റിലെന്നുറപ്പായതോടെ നിലപാട് പ്രഖ്യാപിക്കാൻ കെ സുധാകരൻ. ദില്ലിയിൽ ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണും. സുധാകരന്റെ അമർഷം മറ്റു മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്ന് ആശങ്കയുള്ളതിനാൽ നേതൃത്വം അനുനയ ശ്രമങ്ങൾ തുടരുകയാണ്. തർക്കങ്ങൾക്കിടെ കോൺഗ്രസ് രണ്ടാംഘട്ട സ്ഥാനാർത്ഥി നിർണയം ഇന്ന് പൂർത്തിയാകും. തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിമത സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിൽ ഉൾപ്പെടെ പ്രാദേശിക പ്രതിഷേധം രൂക്ഷമാണ്. ആർ റോഷിപാലും അർജുൻ കല്യാണും നോബൽ മാരിക്കാരനും വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആദ്യം ആർ റോഷിപാലിലേക്ക് പോവുകയാണ്. റോഷി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരൊറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മത്സരിച്ചേ മതിയാകൂ എന്നുള്ള നിലപാടിൽ കെ സുധാകരൻ ഉറച്ചു നിൽക്കുമ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്, അനുനയ നീക്കങ്ങളൊന്നും എവിടെയും എത്തിയില്ല, ഫലം കണ്ടില്ല. അതിന് പിന്നാലെയാണ് മാധ്യമങ്ങളെ കാണും എന്നുള്ള വലിയ പ്രഖ്യാപനം സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ കെ സുധാകരൻ എന്ത് പറയും, എന്ത് തരത്തിലുള്ള നിലപാട് പ്രഖ്യാപനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള വലിയ ആകാംക്ഷ രാഷ്ട്രീയ കേരളത്തിലുണ്ട്, വലിയ ആശങ്ക കോൺഗ്രസിനുമുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് കെ സുധാകരൻ ദില്ലിയിൽ മാധ്യമങ്ങളെ കണ്ട് തന്റെ നിലപാട് പറയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കെ സുധാകരൻ ദില്ലിയിൽ കാത്തിരിക്കുന്നത് ഹൈക്കമാൻഡ് കണ്ണൂരിൽ തനിക്ക് മത്സരിക്കാൻ അനുമതി നൽകുമോ എന്നത് അറിയാൻ വേണ്ടി മാത്രമാണ്. അതിൽ തീരുമാനം അറിഞ്ഞു കഴിഞ്ഞാൽ സുധാകരന്റെ നിലപാടുമായി മുന്നോട്ട് പോകും. സുധാകരൻ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ഇന്നലെ രാത്രി വൈകിയും ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. കാരണം കണ്ണൂരിൽ മത്സരിക്കാനുള്ള താല്പര്യം വളരെ നേരത്തെ അറിയിച്ചതാണ്. കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള താല്പര്യവും കെ സുധാകരൻ KPCC അധ്യക്ഷ പദവിയിൽ നിന്നും ഒഴിവാകുമ്പോൾ അറിയിച്ചതാണ്. അതിന് അനുകൂലമായ പ്രതികരണം ഹൈക്കമാൻഡ് ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് കെ സുധാകരൻ പക്ഷം വാദിക്കുന്നത്. അതേസമയം തന്നെ കെ സുധാകരൻ ദില്ലിയിൽ ക്യാമ്പ് ചെയ്യുമ്പോഴും കെ സുധാകരനുമായി ആശയവിനിമയം നടത്താൻ ഹൈക്കമാൻഡ് പ്രതിനിധികൾ തയ്യാറായിട്ടില്ല ഇതുവരെ എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. സുധാകരൻ ഇടഞ്ഞു നിന്ന് സംസ്ഥാനത്ത് സുധാകരനെ അനുകൂലിക്കുന്നവരൊക്കെ അവർ പ്രതിഷേധങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം, അതിന്റെ സൂചന ഇന്നലെ കണ്ടു. സമാനമായ സാഹചര്യം ഇനിയും ആവർത്തിക്കുമെന്ന ആശങ്ക പല പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിലേക്ക് പോകാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 22 ദിവസത്തിനപ്പുറത്ത് വോട്ടെടുപ്പാണ്. ഇതുവരെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. ഈ ഘട്ടത്തിൽ കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ടയാൾ, പ്രത്യേകിച്ച് മലബാറിലെ ഒരു കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് കൂടിയായ കെ സുധാകരൻ ഇങ്ങനെ വെല്ലുവിളി ഉയർത്തുന്നതിൽ ആശങ്കയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും അനുനയ നീക്കം സജീവമായിട്ടുണ്ടാകും. സുധാകരൻ എന്തു പറയുന്നു എന്നറിയാനാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. സുധാകരൻ സീറ്റ് ലഭിക്കില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഇനി സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായിരിക്കും സുധാകരൻ പറയുക എന്നതിന് കാതോർത്തിരിക്കുക രാഷ്ട്രീയ കേരളം. അതിന് ചങ്കിടിപ്പ് കൂടുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെയാണ്. ആര്യ, ശ്രുതി. ഓക്കെ, ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. അർജുൻ കല്യാട് കൂടിയുണ്ട്. ഗുഡ് മോർണിംഗ് അർജുൻ. ഈ അമർഷം, കെ സുധാകരന്റെ അമർഷം, അത് ബാധിക്കുന്നത് മറ്റു മണ്ഡലങ്ങളെ കൂടിയാണ്. പേരാവൂരിലൊക്കെ നമ്മൾ കണ്ടു ഫ്ലക്സുകൾ ഇപ്പോൾ തന്നെ പ്രത്യക്ഷപ്പെട്ടു, പലയിടത്തും പ്രതിഷേധങ്ങളുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ ഇതിനെ ബാധിക്കുമെന്നൊരു ആശങ്ക കൂടിയുണ്ടല്ലേ നേതൃത്വത്തിന്? ശ്രുതി, ആര്യ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും നേതൃത്വത്തെ സംബന്ധിച്ച് അത്തരം വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. കാരണം കണ്ണൂർ ജില്ലയിൽ മാത്രമായിരിക്കില്ല, കേരളത്തിലെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലുമൊക്കെ സുധാകരൻ്റെ അനുകൂലികളുള്ളതാണ്. അവർ ഇത്തരത്തിൽ പരസ്യമായി നേതൃത്വത്തിനെതിരെ രംഗത്തിറങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയ ആശങ്കയിലേക്കാണ്, അല്ലെങ്കിൽ ആകുലതയാണ് ഈ നേതൃത്വത്തിന് സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ കടുത്ത തീരുമാനം സുധാകരൻ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഉണ്ടാവുക. കണ്ണൂരിലെ സാഹചര്യം പ്രത്യേകമായി പരിശോധിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിൽ UDF വിജയ പ്രതീക്ഷയുള്ളത് ഏറ്റവും പ്രധാനമായി ഒന്ന് കണ്ണൂർ നിയമസഭാ മണ്ഡലമാണ്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ സുധാകരൻ ഏതെങ്കിലും തരത്തിൽ ഇടഞ്ഞ് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു കാര്യം ഉറപ്പാണ്, UDF അത് ജയിക്കാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. ഇത്തവണ ആദ്യഘട്ടം മുതൽ തന്നെ UDF വിജയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഒരു മണ്ഡലമാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലം. നിലവിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി 2 തവണയായി നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ സുധാകരനെ ഇല്ലാതെ, അല്ലെങ്കിൽ സുധാകരൻ്റെ പിന്തുണയില്ലാതെ ഒരാൾക്ക് വിജയിക്കുക അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം പേരാവൂരിലാണ്. പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് KPCCയുടെ അധ്യക്ഷൻ തന്നെ മത്സര രംഗത്തുള്ള ഒരു മണ്ഡലമാണ്. ഇന്നലെ KPCC അധ്യക്ഷനെ ഔദ്യോഗികമായി അവിടെ സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4000 താഴെ വോട്ടുകൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അത്രയും ഭൂരിപക്ഷം മാത്രമാണ് സണ്ണി ജോസഫിനുണ്ടായിരുന്നത്. 3949 വോട്ടുകൾ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത ഒരു അംഗം തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളത് ആദ്യഘട്ടം മുതൽ തന്നെ വിലയിരുത്തിയ ഒരു മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ KK ശൈലജ ടീച്ചർ CPIMന്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന KK ശൈലജ ടീച്ചർ മട്ടന്നൂർ നിയമസഭയിൽ നിന്നും
മാറി പേരാവൂരിൽ മത്സരിക്കുന്നു. അപ്പോൾ മത്സരം ഒന്നുകൂടി കടുക്കും. അവിടെ കെ സുധാകരൻ അനുകൂലികൾ ഏതെങ്കിലും തരത്തിൽ സണ്ണി ജോസഫിന് എതിരായിട്ടുള്ള നിലപാടെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നിയമസഭയിലേക്ക് കടന്നുകൂടുക എന്നത് സണ്ണി ജോസഫിനെ സംബന്ധിച്ച് ഒരു കടുത്ത വെല്ലുവിളി തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ മണ്ഡലമാണ് എങ്കിൽ കൂടിയും കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലമായിട്ടുള്ള അഴീക്കോട് നിയമസഭാ മണ്ഡലമാണ്. അഴീക്കോട് കഴിഞ്ഞ തവണ ഇടതുപക്ഷം ജയിച്ച ഒരു മണ്ഡലമാണ്. അതിന് തൊട്ട് മുൻപ് മുസ്ലിം ലീഗ് ജയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജയിച്ച KM ഷാജി ജയിച്ച ഒരു മണ്ഡലം കൂടിയാണ് അഴീക്കോട്. ആ അഴീക്കോട് വളരെ നേരിയ ഒരു ഭൂരിപക്ഷത്തിനായിരുന്നു കഴിഞ്ഞ തവണ KV സുമേഷ് LDFന് വേണ്ടി ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ സുധാകരനെ പിണക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അത് ബാധിക്കുന്നത് കോൺഗ്രസിനെ മാത്രമായിരിക്കില്ല, ലീഗിനെ കൂടിയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ അഴീക്കോട് മണ്ഡലം ഒരു ഉദാഹരണമായി മാറും. അത്തരത്തിൽ കണ്ണൂർ ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ സുധാകരന്റെ അനുയായികൾക്ക് സ്വാധീനമുള്ള മറ്റ് ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിലുമൊക്കെ സുധാകരനെ പിണക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ വേണം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ. അനുനയ നീക്കങ്ങൾ ഈ അവസാന നിമിഷവും തുടരുകയാണ്. കെ സുധാകരനെ പിണക്കിയാൽ അത് ബാധിക്കാൻ പോകുന്നത് കണ്ണൂർ മണ്ഡലത്തെ മാത്രമല്ല, മറ്റെല്ലാ മണ്ഡലങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള വലിയ ആശങ്കയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഏത് തരത്തിലാണ് ഈ കേസ് പട്ടികയിൽ ഇല്ല, ഉൾപ്പെടാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ. പരസ്യമായി തെരുവിലേക്ക് ഇറങ്ങുകയാണ് അനുയായികൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ സീറ്റ് പൂർണ്ണമായും നിഷേധിച്ചാൽ ഏത് തരത്തിലേക്ക് കാര്യങ്ങൾ അവിടെ നീങ്ങും എന്നുള്ളത് വലിയ ആശങ്കയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും, അതായത് ഈ സീറ്റ് നിർണയ ചർച്ച ആദ്യഘട്ടം മുതൽ തന്നെ നടക്കുന്ന സമയത്ത് കണ്ണൂരിൻ്റെ പല മേഖലയിലും കെ സുധാകരന് സീറ്റ് നൽകണം. കണ്ണൂരിൻ്റെ പുലിക്കുട്ടിയാണ്, കണ്ണൂരിൻ്റെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് കെ സുധാകരൻ തുടങ്ങിയിട്ടുള്ള പോസ്റ്ററുകൾ പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. DCC ഓഫീസിന് മുന്നിൽ വരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ പോസ്റ്ററുകൾ പിന്നീട് DCCയുടെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് അതിൻ്റെ ചുമരിൽ നിന്നും നീക്കം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്നലെ വന്നിട്ടുള്ള ഒരു പോസ്റ്ററാണ് അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്, അമ്പരപ്പിച്ചതെന്ന് പറയാം. കാരണം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മണ്ഡലത്തിൽ പേരാവൂരിൽ, കൊട്ടിയൂരിൽ, അടക്കാത്തോട് അങ്ങനെ പലയിടങ്ങളിൽ ഏകദേശം ഒരു 8-9 ഫ്ലെക്സ് ബോർഡുകൾ ഇന്നലെ മാത്രം പേരാവൂരിൽ ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമായും അതിലെഴുതിയ വാചകങ്ങൾ നന്ദി കാണിച്ചിട്ടില്ലെങ്കിലും നന്ദി കേട് കാണിക്കരുത്. അത് കൃത്യമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനുള്ള മുന്നറിയിപ്പാണ്, താക്കീതാണ്, വെല്ലുവിളി തന്നെയാണ്. കാരണം ഒരു തർക്കവുമില്ല. അവിടെ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളവും അതുപോലെ തന്നെ അതിന് വളവും ഒക്കെ നൽകും. പിന്നീട് അത് സ്വമേധയാ കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേരുകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ഒറ്റയ്ക്ക് വളരാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒരു ചെടിയായി മാറുകയും ചെയ്യും. പക്ഷേ അങ്ങനെ ഒറ്റയ്ക്ക് വളരാൻ കഴിയുന്ന ഒരു ചെടിയായി മാറുമ്പോൾ ആദ്യഘട്ടത്തിൽ അതിന് വെള്ളവും വളവും ഒക്കെ നൽകിയ ആളുകളെ മറന്നു പോകരുത്, നന്ദി കാണിച്ചിട്ടില്ലെങ്കിലും നന്ദികേട് കാണിക്കരുത് എന്നുള്ള വാചകമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതായത് KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിനെ കേരള രാഷ്ട്രീയത്തിലേക്ക്, KPCC പ്രസിഡന്റ് പദവിയിലേക്കൊക്കെ വലിയ രീതിയിൽ പിന്തുണ നൽകുകയും കൈപിടിച്ചുയർത്തുകയും ചെയ്ത നേതാവാണ് കെ സുധാകരൻ. അതുകൊണ്ട് ഇപ്പോൾ കെ സുധാകരന് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ ഒരു താക്കീത് ഉണ്ടാകും എന്നുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ് കേസിനെ അനുകൂലിക്കുന്ന പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായത്. നോബൽ മാരിക്കാരിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. നോബൽ, ദില്ലിയിൽ നടക്കുന്ന മാരത്തൺ ചർച്ചകളുടെ വിശദാംശങ്ങളിലേക്ക്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ മാരത്തൺ ചർച്ചകൾ ഇന്നും തുടരും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ 36 സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും ചർച്ചകൾ ഉണ്ടായിരുന്നു. ചർച്ചകൾ എന്ന് പറയുമ്പോൾ തർക്കങ്ങളാണ് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പല ജില്ലകൾ, പ്രത്യേകിച്ച് എറണാകുളം ജില്ല, അതോടൊപ്പം തന്നെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിലൊന്നും ഇതുവരെ വലിയ തരത്തിൽ തർക്കം തുടരുകയാണ്. ഇതിൽ എറണാകുളത്താണെങ്കിൽ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ കൊച്ചി, വൈപ്പിൻ, പെരുമ്പാവൂർ, തൃപ്പൂണിത്തുറ സീറ്റുകളാണ് ഏറ്റവും അധികം പ്രതിസന്ധി. മുഹമ്മദ് ഷിയാസിന് വേണ്ടി ശക്തമായി വാദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അതേസമയം ദീപ്തി മേരി വർഗീസിനെ കൊച്ചിയിൽ KC വേണുഗോപാൽ പക്ഷം ശക്തമായി തന്നെ വാദം ഉയർത്തുന്നു. എന്താണെങ്കിലും വലിയ തരത്തിൽ തർക്കങ്ങൾ തുടരുകയാണ്. തിരുവനന്തപുരത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തും വലിയ പ്രതിസന്ധി പാർട്ടിക്കകത്ത് ഇപ്പോൾ ഉണ്ട്. എന്താണെങ്കിലും ഇന്ന് തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു 2ാം ഘട്ട പട്ടിക പുറത്തുവിടാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. പരമാവധി 30 സ്ഥാനാർത്ഥികളിൽ പ്രഖ്യാപിക്കണം എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. ഇതിപ്പോൾ രാവിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയും അതിനു മുൻപ് സ്ക്രീനിംഗ് കമ്മിറ്റിയും യോഗം ചേരുന്നുണ്ട്. അതിന് പിന്നാലെ ഒരു പട്ടിക
വൈകുന്നേരത്തോടെ ഒരു പട്ടിക വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്നലെ 55 പേരുടെ പട്ടിക വന്നപ്പോൾ ഇന്നിപ്പോൾ 30-ലധികം പേരുടെ പട്ടികയായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. പ്രധാനമായും കാസർഗോഡൊന്നും ഒരു മണ്ഡലം പോലും പ്രഖ്യാപിക്കാൻ സാഹചര്യമാണ് ഉള്ളത്. അവിടെയൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അത്തരത്തിൽ എത്രയും വേഗം ഇന്നത്തെ ചർച്ചകളുടെ സ്ഥാനാർത്ഥി പൂർത്തിയാക്കി നേതാക്കൾക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടതുണ്ട്. കാരണം രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ സ്ഥാനാർത്ഥികൾ കൂടിയാണ്. മണ്ഡലത്തിൽ സജീവമാകേണ്ട സമയത്ത് ഇപ്പോൾ ചർച്ചകളുമായി നേതാക്കൾ ഇവിടെ നിൽക്കുന്നത് മറ്റു തരത്തിൽ പ്രതിസന്ധിയാകുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ചർച്ചകൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ 2ാം ഘട്ട പട്ടിക വരും. അതിൽ 30-ലധികം പേരുകൾ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ്, തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നോബൽ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒപ്പം കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാടും, ആർ റോഷിപാലും.